ഹായ് ഓൾ. ഇന്ന് നമ്മളപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് പാർട്ടിലുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ഇൻ ഡിസൈൻ. എഗോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ വർക്ക് എന്നാണ്. അതുപോലെ തന്നെ നോമസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലോസ് എന്നാണ്. എക്കണോമിക് ഡിസൈൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ കംഫർട്ടിലാണ്. അതായത് ഹ്യൂമൻ കംഫർട്ട് സോണാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. Economics is basically the science of analyzing work and then designing items and methods to most appropriately fit the capabilities of the user. And the economic design approach focused on human comfort and decreased fatigue through product design. That means during the design phase of a product, all the aspects of a product that can cause discomfort while using that product are identified, and then analyze the cause of the discomfort and appropriate solutions will be incorporated in the product design. That means എക്കണോമിക് ഡിസൈനിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കംഫർട്ട് സോൺ ആണെന്ന് പറഞ്ഞു. അപ്പം ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും, അപ്പം ദാറ്റ് മീൻസ് ഇപ്പം എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ചെക്ക് ചെയ്യും, ഇൻക്ലൂഡിങ് ഡിസ്കംഫർട്ട്. ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ യൂസറിന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ആസ്പെക്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആസ്പെക്ട്സിനെ എടുത്തിട്ട് അനലൈസ് ചെയ്യും. ദെൻ ഈ ഡിസ്കംഫർട്ട് എന്ന് പറയുന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനും അവർ ഇൻവെൻറ്റ് ചെയ്യും. ഈ സൊല്യൂഷനും കൂടി ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യും. നെക്സ്റ്റ്, എക്കണോമിക് ഡിസൈൻ അപ്ലൈ ടു ആൻ ഓഫീസ് ചെയർ വിൽ ഫോക്കസ് ഓൺ ഹൗ മച്ച് ഇറ്റ് ഈസ് കംഫർട്ടബിൾ ഫോർ എ പേഴ്സൺ ഹു സിറ്റ്സ് ഓൺ ഇറ്റ് ഡ്യൂറിങ് ദ ഓഫീസ് വർക്ക്. അതായത് ഓഫീസ് ചെയറിലൊക്കെ ഇപ്പോൾ എക്കണോമിക് ഡിസൈൻ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പം ഓഫീസ് ചെയറിലൊക്കെ ഉള്ള എക്കണോമിക് ഡിസൈനിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇറ്റ് ഈസ് കംഫർട്ടബിൾ ഫോർ എ പേഴ്സൺ ഹു സിറ്റ്സ് ഓൺ ഇറ്റ് ഡ്യൂറിങ് ദ വർക്ക്. ഓഫീസ് ചെയറിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? അപ്പം വർക്ക് ടൈമിൽ ഒരാളിപ്പോൾ ആ ചെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾ എത്രമാത്രം കംഫർട്ടായിരിക്കും, ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഓഫീസ് ചെയർസൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഹ്യൂമൻ കംഫർട്ട്, ഒരു ചെയർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അയാൾ എത്രമാത്രം കംഫർട്ടായിരിക്കും ആ ചെയറിൽ. ഓഫീസ് ചെയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന ടൈമിൽ അയാൾ ആ ഒരു ഓഫീസ് ചെയർ യൂസ് ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം കംഫർട്ടായിട്ടാണ് അയാൾ ആ വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ കൺസിഡർ ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് എ ചെയർ എക്കണോമിക്കലി ഡിസൈൻഡ് ഫോർ ഡൈനിങ് പർപ്പസ് ആൻഡ് എ ചെയർ മെൻറ്റ് ഫോർ റിലാക്സ്ഡ് സിറ്റിംഗ് അറ്റ് ബീച്ച് വിൽ ബി ഡിഫറെൻറ്റ്. ദാറ്റ് മീൻസ് ചെയർ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആയിരിക്കണമെന്നില്ല, അതിൻ്റെ ഡിസൈൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഓഫീസ് പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ചെയറും അതുപോലെ തന്നെ ബീച്ചിൽ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ചെയറും തമ്മിൽ ഡിസൈനിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് ദ കൈൻഡ് ഓഫ് കംഫർട്ട് ആൻഡ് ഫങ്ഷൻ ടു ബി പ്രൊവൈഡഡ് ബൈ ദ ചെയേഴ്സ് ഇൻ ദീസ് സിറ്റുവേഷൻസ് ആർ ഡിഫറെൻറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്. അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസിലും ഈ ചെയേഴ്സിൻ്റെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാലും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ രണ്ട് ചെയേഴ്സ് തരുന്ന കംഫർട്ട്നെസ് എന്ന് പറഞ്ഞാലും ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻ എക്കണോമിക് ഡിസൈൻ. To develop an economic design, the designer will have to consider and analyze anthropometric data. Anthropometric data means dimensions of human body, postures of working while using the product, kind of movements and kind of workspace. Like that, economic design involves every aspect of user-product interaction for the comfortable utilization of a product. Next is about the advantages of economic design. എക്കണോമിക് ഡിസൈൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ കംഫർട്ടിനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക്
കുറവായിരിക്കും. ഹെൽത്ത് ഇഷ്യൂസ് ക്യാൻ ബി സോൾവ് and increase savings because of productive, sustainable and effective work environment and reduce the medical expenditures. These are the advantages of ergonomic design. Next is about anthropometry. Anthropometry means dimensions of human body. Anthropometry is the science that measures the range of body size in population. While designing products, it is very important for designer to remember that people comes in many size and shape. The anthropometry data vary considerably between human races. Age and occupation of the user is also relevant in anthropometry study. Working postures is another important factor to be considered in ergonomic design. Postures can be of standing, sitting, reaching, moving and combination of any of these. That means anthropometry means dimension of human body എന്ന് പറഞ്ഞു. എല്ലാ യൂസേഴ്സും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സും സെയിം സൈസ് അല്ലെങ്കിൽ സെയിം ഷേപ്പ് ആവണമെന്നില്ല. ഇപ്പം ആന്ത്രോപോമെട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെയിം ആയിരിക്കില്ല, ചേഞ്ച് ചെയ്തിട്ടിരിക്കും, വേരി ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും ബോഡി മെഷർമെൻറ്റ്സ് സെയിം ആയിരിക്കണമെന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം. നമ്മൾ 5 വർഷം മുന്നേ ഇരുന്ന പോലെയാണ് ഇപ്പോഴിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഇരിക്കുന്ന പോലെ ആയിരിക്കും ഇനി നമ്മളൊരു 5 വർഷം കഴിഞ്ഞാൽ ഇരിക്കാൻ പോകുന്നത് ആയിരിക്കില്ല. നമ്മുടെ സൈസും നമ്മുടെ ഷേപ്പും ഒക്കെ ചേഞ്ച് വരും. എന്ന് വെച്ചാൽ അപ്പം ഈ ആന്ത്രോപോമെട്രീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഏജ് ആൻഡ് ഒക്യുപ്പേഷൻ ഓഫ് ദി യൂസർ, അതുപോലെ തന്നെ വർക്കിംഗ് പോസ്റ്റേഴ്സ് ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഈ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്റ്റാൻഡിങ്, സിറ്റിംഗ്, റീച്ചിങ്, മൂവിങ് ഓർ എനി ഓഫ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദിസ്. ഇതൊക്കെ ഈ ആന്ത്രോപോമെട്രീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് യൂണിവേഴ്സൽ ഡിസൈൻ കോൺസെപ്റ്റ്. The designer must recognize the special needs of different users, including the individuals with disabilities. The disability can be temporary or permanent. Few examples for disabilities include broken bones, sprained joints, pregnancy, handicap, differentially able, aging, etc. Universal design is an approach in ergonomic design which considers all people, common and special people who are potential users of a product. While universal design concept, ഡിസൈനർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്പെഷ്യൽ നീഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ നീഡ്സ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഇപ്പം യൂസേഴ്സ് എന്ന് വെച്ചാൽ പല കൈൻഡ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ യൂസ് എന്ന് പറഞ്ഞാൽ നോർമൽ യൂസേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസമായിരിക്കും. അവർക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും സംഭവങ്ങളൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഒരു ഡിസൈനർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീഡ് ടു റിക്കഗ്നൈസ് ദ സ്പെഷ്യൽ നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് യൂസേഴ്സ് ഇൻക്ലൂഡിങ് ദ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആ പ്രോഡക്റ്റിൽ വേണോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഡിസബിലിറ്റി ക്യാൻ ബി ടെമ്പററി ഓർ പെർമനൻറ്റ്. ഈ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ടെമ്പററി ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഉള്ളതായിരിക്കാം, പെർമനൻ്റ് ആയിട്ടുള്ളതും ആയിരിക്കാം. അതിന് എക്സാമ്പിൾസാണ് പറയുന്നത്. ഒന്നെങ്കിൽ ബ്രോക്കൺ ബോൺസ് ഓർ സ്പ്രെയിൻഡ് ജോയിൻറ്റ്സ്, അല്ലെങ്കിൽ പ്രഗ്നൻസി ഓർ ഹാൻഡിക്യാപ്ഡ് ഓർ ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺസ്. ഇവരൊക്കെ ഒന്നെങ്കിൽ അവരുടെയൊക്കെ ഈ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആകാം ഓർ പെർമനൻറ്റും ആകാം. And the universal design is an approach in ergonomic design which considers all the people, common and special people who are potential users of the product.
Next is about aesthetic in design. The word aesthetics is derived from the Greek word aesthetikos, meaning sensory perception. Aesthetic is a field that a human being perceives. When a person perceives a sense of pleasure through any of the senses while using a product, then we can say that the product is aesthetically appealing. For example, a beautiful person or a good food or nice perfume, etc. And the products are intentionally designed to generate a defined perception in potential customers. Aesthetics of a product is very important aspect for its business merit and acceptability. And this field enables the customer to distinguish and choose a product from similar products. For example, hot and cold, smooth and rough, soft and hard, heavy and light, dark and bright, and etc. The customer may not know why a product is aesthetically appealing for them. It can be appealing because of the designer has incorporated some specific attributes the design in order to create such a feel in the customer. Next is about biomimicry in design. Biomimicry borrows nature's blueprints, recipes, process and ecosystem strategies and then comes up with design principle to solve our own problems. That means ബയോമിമിക്രി എന്ന് പറയുമ്പോഴത്തേക്കും നേച്ചർ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ കുറച്ച് അഡോപ്റ്റ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിൽ ഒരു പുതിയ പ്രോഡക്റ്റിൽ ഈ കോൺസെപ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കും. ബയോമിമിക്രി ബോറോസ് നേച്ചേഴ്സ് ബ്ലൂ പ്രിൻറ്റ്സ് റെസിപ്പീസ് processes and ecosystem strategies and then comes up with a design principle to solve a new problem. ചുറ്റുപാടിൽ നിന്നും ഐഡിയാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് അഡോപ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ ഐഡിയാസിനെ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിനെ ഒരു നമ്മുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ബയോമിമിക്രി ഇൻ ഡിസൈൻ എന്ന് പറയുന്നത്. Next is about value of engineering, VE. Value of engineering means technique for improving the value of the product, project and process. The term value defined as the ratio of function to cost. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഫങ്ഷൻ ടു കോസ്റ്റ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ഇംപ്രൂവ് ദ വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ്, പ്രോജക്റ്റ് ആൻഡ് പ്രോസസ്. Next is about concurrent engineering. It is an approach in product design process in which people from various functional areas work together simultaneously to develop a product. Since people from various fields are working simultaneously for the development, this kind of engineering is also known as simultaneous engineering or parallel engineering. കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ പ്രോസസ്സാണ്. ഡിഫറെൻറ്റ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് ഒരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള ആളുകളാണെന്ന് പറഞ്ഞ് അവരാണ് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സൈമൾട്ടേനിയസ് എഞ്ചിനീയറിംഗ് ഓർ പാരലൽ എഞ്ചിനീയറിംഗ്. ദിസ് അപ്രോച്ച് ഈസ് adopted to improve the efficiency of product design and reduce the product development cycle time. ഇപ്പം ഈ അപ്രോച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം സൈക്കിൾ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ദിസ് അപ്രോച്ച് ഈസ് അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ടു റെഡ്യൂസ് ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ ടൈം.
Next is about the advantages of CE. Reduce design time. ഇപ്പോൾ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള വർക്കേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ടൈം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. റെഡ്യൂസ് മാനുഫാക്ചറിങ്, അതുപോലെ മാനുഫാക്ചറിങ് ടൈമും കുറച്ച് മതി. കാരണം ഒത്തിരി ആളുകളുണ്ട്, പല ഏരിയാസിലുള്ള ഒത്തിരി ആളുകൾ ചേർന്നിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പം പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ടൈം കുറവായിരിക്കും, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ടൈമും കുറവായിരിക്കും. ദെൻ റെഡ്യൂസ് കോസ്റ്റ് ഫോർ ഡിസൈൻ ചേഞ്ചസ്. ഇപ്പോൾ ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റും കുറവായിരിക്കും. കാരണം ഇപ്പം എല്ലാവരും ഇപ്പം ചെറിയ ഒരു പ്രോഡക്റ്റ് എടുത്ത് അതിന് ചെറിയ മൊഡ്യൂൾസായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ മൊഡ്യൂൾസിനെ ഓരോരുത്തർക്ക് ഭാഗിച്ച് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേണ്ട, അതിന് വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ എൻ്റെ സിസ്റ്റത്തിനെ ബാധിക്കത്തില്ല, ആ ഒരു ചെറിയൊരു പോർഷൻ ആ ഒരു മൊഡ്യൂളിനെ മാത്രമേ ബാധിക്കുള്ളൂ. അപ്പം ഇപ്പോൾ എന്തെങ്കിലും ഡിസൈനിൽ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസൈനെ അഫക്റ്റ് ചെയ്യത്തില്ല. റെഡ്യൂസ് ദ കോസ്റ്റ് ഫോർ ഡിസൈൻ ചേഞ്ചസ് and ensures correct data and information transfer between various sections, and simultaneous thinking leads to amazing innovations. Every person has feel of belongingness to the product. That means simultaneous thinking leads to amazing innovation എന്ന് വെച്ചാൽ ഒരാളുടെ മാത്രം ഐഡിയ ആയിരിക്കുമല്ലോ, ഒത്തിരി പേര് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പം അത്രയും പേരുടെയും ഐഡിയാസ് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പം ഒത്തിരി ഐഡിയാസ് വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പുതിയ ഇന്നോവേഷൻസൊക്കെ ഒത്തിരി കിട്ടും. അതുപോലെ തന്നെ എവരി പേഴ്സൺ ഹാസ് ഫീലിങ്സ് ടു ബിലോങ്നെസ് ടു ദി പ്രോഡക്റ്റ്. അതായത് എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം കാണാം ഈ പ്രോഡക്റ്റിൽ. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നമ്മളുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, എൻ്റെ ഒരു കയ്യൊപ്പം അതിലുണ്ട്, ഞാനും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു, ഞാനായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നപ്പോൾ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും. ഈ പ്രൊഡക്റ്റിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റി, ഞാനും ഇതുമായിട്ടൊരു ബന്ധമുണ്ട്, ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് എനിക്കും ഒരു പാർട്ട്, ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എൻജിനീയറിംഗ്. റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അപ്രോച്ച് ഇൻ വിച്ച് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഈസ് അനലൈസ്ഡ് ആൻഡ് അനദർ പ്രോഡക്റ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ലൈറ്റ് ഓഫ് ദിസ് അനാലിസിസ്. അതായത് നിലവിലിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ എടുത്ത് അനലൈസ് ചെയ്തിട്ട് ആ അനലൈസ് ചെയ്ത പ്രൊഡക്റ്റിൽ നിന്ന് വേറൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. And the product that is analyzed can be own product of the producer or a product from a competitor. ഈ അനലൈസ് ചെയ്യാൻ എടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു, ഇപ്പോൾ നിലവിലുള്ളൊരു പ്രൊഡക്റ്റിനെ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റ് എല്ലാം കൂടി വെച്ചിട്ട് കുറച്ചുകൂടി എന്തെങ്കിലും പുതിയ ഐഡിയാസും കൂടി ആഡ് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പം ഇപ്പം അനലൈസ് ചെയ്യാൻ എടുക്കുന്നൊരു പ്രൊഡക്റ്റ് ഇല്ലയോ, ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഡിസൈനറിൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ പ്രൊഡക്റ്റ് ആകാം. അതായത് അയാൾ ആരുമായിട്ടാണോ മത്സരിക്കുന്നത് ആ ഒപ്പോസ് നിൽക്കുന്ന ആളിൻ്റെ പ്രൊഡക്റ്റ് ആകാം. ആൻഡ് ദ റിവേഴ്സ് എൻജിനീയറിംഗ് ഈസ് എസെൻഷ്യലി എ ഫങ്ഷണൽ ഡികമ്പോസിഷൻ പ്രോസസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. An existing product is analyzed into subsystems which are further analyzed into deep to ultimately establish the product concept. And this analysis will help to designer to identify weak sides. Like that, in reverse engineering, a product is dissected or disassembled to find out in detail how a part works and why it is used. This information obtained by this process can then apply to solve own design problem or develop a new product. അതായത് റിവേഴ്സ് എൻജിനീയറിങ്ങിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ എടുത്തിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ എടുക്കുമ്പം അതിന്
ഡിസസംബിൾഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എല്ലാ പാർട്ടും ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യും. എന്തിനാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ ഓരോ പാർട്ടിനെയും കൺസിഡർ ചെയ്യും ഫോർ സ്റ്റഡി. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ പാർട്ടിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാം കൂടി എന്ത് ചെയ്യും, സ്വന്തം പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിലോട്ട് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സസൈസ് സിസ്റ്റത്തിനെ എടുത്ത് അതിന് ഡിസെക്റ്റ് അല്ലെങ്കിൽ ഡിസസംബിൾ ചെയ്തിട്ട് അതിൻ്റെ ഓരോ പാർട്ടും എടുത്ത് സ്റ്റഡി ചെയ്യും, ഇൻഡിവിജ്വലി എടുത്ത് സ്റ്റഡി ചെയ്ത് ദെൻ പാർട്ടിൽ വർക്കിംഗ് എന്തുവാണ്, അതുപോലെ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ്, ന്യൂ കോൺസെപ്റ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഓൺ ഡിസൈൻ, അയാൾ ഡിസൈൻ ചെയ്യുന്ന ഓൺ പ്രൊഡക്റ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ 4th മൊഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.